ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ നോട്ടർഡെയിം ചർച്ചിലേക്കുള്ള സ്ട്രീറ്റിലെത്തി. അവിടെ ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പള്ളിയിലേക്ക് കയറി കേട്ടോ. അവിടെ അപ്പം നേരം ലൈറ്റ് ഷോ തുടങ്ങാനായിട്ട് കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് പള്ളിയിലൊക്കെ ഇരുട്ടായിരുന്നു. പിന്നെ ലൈറ്റ് ഷോൻ്റെ സമയത്ത് അധികം വീഡിയോയും ഫോട്ടോയൊന്നും എടുക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ക്ലിപ്പുകൾ മാത്രം എടുത്തിട്ട് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നതേ. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ പറഞ്ഞായിരുന്നു വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണതിന് കുഴപ്പമില്ലയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കയറിയ സമയത്ത് ഇരുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് പള്ളിയുടെ ലൈറ്റ് എന്താ പറയുക ഓണാക്കി കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുക ലൈറ്റ് ഷോനേക്കാളും എന്താ പറയുക ഒരു വണ്ടർ അടിച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ആ ഇൻറ്റീരിയറൊക്കെ കാണാനായിട്ട് പള്ളിയുടെ. ഇതൊക്കെ എപ്പോൾ എങ്ങനെ പണിതു എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതം തോന്നും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിരുന്നു. അതിൻ്റെ ആൾക്കാരെയൊക്കെ കാണാനായിട്ടൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഈവൻ ലൈറ്റ് ഷോ നടന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ആ അകത്തുള്ള ആ ഒരു ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആ ആൾത്താരെയും പിന്നെ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു പള്ളിയുടെ അകത്തുള്ള ആ ഒരു ആർട്ട് വർക്കുകളൊക്കെ ഒന്നും പറയാതെ വയ്യ കേട്ടോ. ഒയ്യോ, അത് കണ്ടത് തന്നെ ഭയങ്കര അത്ഭുതം പോലെ തോന്നിപ്പോയി. ഒരു കാസിൽ പോലെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും കൊടുത്തിരിക്കുന്ന ആ ലൈറ്റ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ അതിൻ്റെ ആ വുഡൻ വർക്കുകളും ഇതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ടേ. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം പള്ളിയുടെ അകത്തൊക്കെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലേക്കൊക്കെ പോകാനുള്ള പ്ലാനായിരുന്നു. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അത് ആ മ്യൂസിക്കും പിന്നെ ആ ഒരു ലൈറ്റ്സിൻ്റെ ആ ഒരു ഇതൊക്കെ കൊണ്ടുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര ഗൂസ് ബംസും പിന്നെ എന്താ പറയുക, ഒട്ടും ഒരു മാജിക്കൽ മൊമെന്റ്സ് ആയിരുന്നു. പറയാതെ വയ്യ. ശരിക്കും അവതാർ സിനിമയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഇതില്ലേ, ഒരു പിക്ചറൈസേഷൻ അതേപോലെയൊക്കെ തോന്നി എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ കാനഡയിലുള്ളവർ മോൺട്രിയാലിൽ വന്ന് ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാട്ടാ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. മോൺട്രിയൽ സിറ്റി ഒന്ന് കാണണോ? ഡൗൺ ടൗൺ ആണ്. നല്ല രസമാണ് ശരിക്കും. കാനഡയുടെ വേറൊരു മുഖമാണ്. എന്താ പറയുക, ഒരു ഫ്രഞ്ച് കോളനി ആണല്ലോ, ഫ്രഞ്ച് കോളനൈസേഷൻ്റെ ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ, ബിൽഡിങ്ങിനും എല്ലാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഞങ്ങളിവിടെ പള്ളിയിലത്തെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെയുള്ള മെയിൻ സ്ട്രീറ്റിലേക്ക് ഒന്ന് പോകാനുള്ള പ്ലാനാണേ. അപ്പോൾ ഞങ്ങളിങ്ങോട്ടേക്ക് നടക്കുവാണ്. ഇവിടെ സോവനിയറിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. കീ ചെയിൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. Wow. Please do one. This is $30. ഇതൊക്കെ മേപ്പിൾ സിറപ്സ് അല്ലേ? ഫുൾ മേപ്പിൾ സിറപ്സ് ആണ് കേട്ടോ. പല കമ്പനീസിൻ്റെ ആണ്. ടീഷർട്ടാണേ, സൂപ്പറാ കാണാനായിട്ട്. $30 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇവിടെ അങ്ങനെ വേറെ കുറേയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഒത്തിരി കളേഴ്സും പിന്നെ അതേപോലെ നല്ല രസമുണ്ട് കാണാനായിട്ട്, സ്പാർക്കിളൊക്കെ ആയിട്ട്. സൂപ്പറായിട്ടുണ്ട് കാണാനായിട്ട്.
സെയിൻറ്റ് പോൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പള്ളിയിലത്തെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സ്ട്രീറ്റിലേക്ക് വന്നിട്ട് സെയിൻറ്റ് പോൾ സ്ട്രീറ്റ് ഇത് വൺ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കേട്ടോ. ആ സ്ട്രീറ്റൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു ലൈവായിരുന്നു കേട്ടോ. ഒരുപാട് ഷോപ്പുകളും പിന്നെന്താ പറയുക ലൈവ് മ്യൂസിക്കുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ലൈവായിരുന്നു ആ സിറ്റി. ഏകദേശം ഇപ്പോൾ ഒരു 8:30 9 o'clock ഒക്കെ ആയിട്ടുണ്ടാകും. എന്നിട്ടും അവിടെയൊക്കെ ഇതുപോലെ ഒത്തിരി ടൂറിസ്റ്റുകളും പിന്നെ എന്താ പറയുക സ്ട്രീറ്റിലാണെങ്കിലും ഇങ്ങനെ മ്യൂസിക് ഷോകളും പിന്നെ കടകളൊക്കെ ആണെങ്കിൽ ഓപ്പൺ ആയിരുന്നു. ഒത്തിരി ഷോപ്പുകളുണ്ടായിരുന്നു, സോനിയേഴ്സിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ടായിരുന്നു. പിന്നെന്താ പറയുക ആ ഒരു സ്ട്രീറ്റ് കാണാൻ തന്നെ നല്ല രസമാണ്. അതിൻ്റെ സ്ട്രീറ്റിൻ്റെ എന്താ പറയുക ഈ താഴെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ കട്ടയൊക്കെ വിരിച്ചിട്ടുള്ള രീതിയിലുള്ളൊരു സ്ട്രീറ്റായിരുന്നേ. പിന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ, ഓപ്പൺ റെസ്റ്റോറൻറ്റുകളുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇതേപോലെ സ്ട്രീറ്റിലിങ്ങനെ പെറ്റ്സും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ റെസ്റ്റോറൻറ്റുകളായിരുന്നു, ഓപ്പൺ റെസ്റ്റോറൻറ്റുകളാണ്. ഒരു ആലി പോലെയാണ് ഈ റോഡിൻ്റെ ഇങ്ങോട്ടേക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ബിൽഡിംഗ് ആയിട്ട് ഒരു ആലിയാണ്. അപ്പോൾ മെജോറിറ്റി അവിടെ ഇതുപോലെ റെസ്റ്റോറൻറ്റുകളാണ്, സൊവനിയർ ഷോപ്പുകളും ഉണ്ട്, എന്നാൽ റെസ്റ്റോറൻറ്റുകളാണ് കൂടുതലും. എന്നിട്ട് ഈ ആലിയിൽ ഈ റോഡ് സൈഡിൽ തന്നെയാണ് അവരുടെ ഡൈനിനൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് പിന്നെ നേരെ വന്നത് പിന്നെ ഒരു ഡൗൺ ടൗണിലൊരു ഇതിലാണ്. ഇതാണ് മോൺട്രിയാലിൻ്റെ പുതിയ ഡൗൺ ടൗൺ. ഇവിടെയാണെങ്കിലും ഇതേപോലെ തന്നെ ലൈവ് ഷോകളും മ്യൂസിക്കുകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കണ്ട ഒരു മ്യൂസിക്കാണിത്. ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഗൂസ് ബംസ് ഒക്കെ കിട്ടുന്ന ഒരു മ്യൂസിക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു ഫസ്റ്റ് നേഷൻ മ്യൂസിക്കായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് മോൺട്രിയാലിൻ്റെ പാർട്ട് 2 വിശേഷങ്ങൾ. ഇനിയും മോൺട്രിയാലിൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ബൈ.